എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 സെപ്റ്റംബർ മാസം മിഥുനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മിഥുനം രാശിയിലെ നക്ഷത്രങ്ങൾ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ഭാഗം എന്നിവയാണ്. ഇവർക്ക് സൂര്യൻ 3ലേക്കും 4ലേക്കും ആണ് ഈ മാസം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അവർക്ക് ഒരു സമ്മിശ്ര ബലമാണ് ആ ഒരു ഗ്രഹമാറ്റം കൊണ്ടുതരുന്നത്. ബുധൻ 3ൽ നിൽക്കുന്നത് ഇവർക്ക് അല്ലെങ്കിൽ തന്നെ 12ൽ വ്യാഴം, ചെലവിൻ്റെ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്, വ്യയസ്ഥാനത്താണ്. അപ്പോൾ 3ൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് ചെറിയ ചെറിയ യാത്രകൾ, ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചിട്ടായിരിക്കാം, ചെറിയ യാത്രകളും ഒക്കെ അവർക്ക് കുറച്ച് ചിലവുകൾ വന്നു ചേരും. ഒരു ഏറ്റവും വീക്ക് പോയിന്റ് ഈ മാസം കാണുന്നതെന്ന് വെച്ചാൽ ജന്മരാശിയായ മിഥുനത്തിലേക്ക് ചൊവ്വ വരുമ്പോൾ 27 ഓഗസ്റ്റിനാണ് ചൊവ്വ ട്രാൻസിറ്റ് ചെയ്തത്. അപ്പോൾ ചൊവ്വ ജന്മരാശിയിലേക്ക് വരുമ്പോൾ ഒരു പ്രഷറും ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും, ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ശുക്രൻ 4ൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബമായിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ടും നല്ല സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ വേണ്ടി കഴിയും. പിന്നെ രാഹുകേതുക്കൾ നിൽക്കുന്നത് 10ലും 4ലുമായിട്ടുണ്ട്, രണ്ടും നല്ല സ്ഥാനങ്ങളല്ല. അതുകൊണ്ടിട്ട് അവരിൽ നിന്നൊരു പ്രത്യേകിച്ചൊരു ബെനിഫിറ്റ് പ്രതീക്ഷിക്കാൻ കഴിയില്ല. 12 ഇരിക്കുന്ന വ്യാഴമാണ് ഇവരുടെ ഒരു ഏപ്രിൽ മാസം അവസാനം മുതൽക്കുള്ളൊരു പ്രധാന പ്രശ്നം. വ്യയസ്ഥാനമാണ് 12, വ്യയസ്ഥാനം ദുസ്ഥാനവും കൂടിയാണ്. അപ്പോൾ ആ നിൽക്കുന്ന വ്യാഴം നമ്മുടെ ചിലവുകൾ വർദ്ധിപ്പിക്കും. നമുക്കൊരു കാലക്കേടിൻ്റെ സൂചനയാണ് ആ നിൽക്കുന്ന വ്യാഴം. 6, 8, 12 ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലമായ ഭാവത്തിലല്ല നിൽക്കുന്നത്. ശനി ഇവർക്ക് 9ലാണ് നിൽക്കുന്നതെങ്കിലും 9ലെ ശനി വക്രഗതിയിൽ വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വരും. 9ലെ ശനി അല്ലെങ്കിൽ തന്നെ ഒരു നല്ല പൊസിഷനായിട്ടല്ല, ഒരു ഗുണദോഷ സമ്മിശ്രമായൊരു പൊസിഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ശനി വക്രത്തിലാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ദോഷഫലങ്ങൾ കൂടിയിരിക്കും. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 12ൽ വ്യാഴം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വർഷം താരതമ്യേന നല്ലതായിരുന്നു. 23 ഏപ്രിൽ മുതൽ 24 ഏപ്രിൽ വരെയുള്ള കാലഘട്ടം ഇവർക്ക് 11ൽ വ്യാഴം നിൽക്കുന്ന നല്ല കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് 12ലെ വ്യാഴത്തിൻ്റെ ആ ഒരു അസ്വസ്ഥതകൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് കാര്യമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. എന്നാലും കാര്യമായിട്ടുള്ളൊരു എടുത്തു പറയത്തക്ക ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പറയാനുമില്ല. എന്നാലും ഒരു കഴിഞ്ഞ മാസങ്ങളിൽ അപേക്ഷിച്ചിട്ടൊരു ചെറിയ രീതിയിലുള്ളൊരു മാറ്റം മാത്രമേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. ഇവർക്കൊരു കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിൽ ഒക്ടോബർ 9-ാം തീയതിയോടുകൂടി വ്യാഴം വക്രഗതിയിൽ പോകണം. അപ്പോൾ അവർക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അതുവരെയുള്ള കാലം ഇവർ ഒന്ന് തള്ളി നീക്കേണ്ടതായിട്ട് വരും. എങ്കിൽ പോലും ഇവർക്ക് ശുക്രൻ 4ൽ നിൽക്കുന്നത് കൊണ്ടും വ്യാഴത്തിൻ്റെ സ്ഥിതിയുണ്ട് എങ്കിൽ പോലും ശുക്രൻ 4ൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കുടുംബമായിട്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഓണം മലയാളികൾക്ക് ആണെങ്കിൽ ഓണം തിരക്കുള്ള ആഘോഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ 3ൽ നിൽക്കുന്ന ബുധൻ കുറച്ച് ചിലവുകളും ഷോർട്ട് ട്രിപ്സൊക്കെ വരുത്തുമല്ലോ. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഓണാഘോഷത്തിന് ഒരു പേരിനെങ്കിലും ഒരു ആഘോഷങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അവരുടെ സമയം മോശമാണെങ്കിൽ പോലും അവർക്കൊരു ചെറിയ രീതിയിലുള്ള ആശ്വാസം അതൊന്നും ഉണ്ടാവും തന്നെയാണ് കാണുന്നത്. ഇവരൊന്ന് ക്ഷമയോടുകൂടി നിൽക്കുക. ഒരു ഒക്ടോബർ 9-ാം തീയതി വരെ ക്ഷമയോട് നിന്നാൽ അവർക്ക് ആ ടെസ്റ്റിംഗ് ഫേസിൽ നിന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടി കഴിയും. ഇവർ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ വിഷ്ണുവിനെ ശ്രീകൃഷ്ണനെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാട് നടത്തുക. ശനിയാഴ്ചകളിൽ ശനീശ്വരനും വഴിപാട് സമർപ്പിച്ച് മുമ്പോട്ട് പോവുക. നമസ്കാരം.